السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്താണ്. അതിനു മുമ്പ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വുളുവിന്റെ ആയത്ത് പറഞ്ഞപ്പോൾ ഇമാം സഅദി റഹിമഹുള്ളയുടെ അഭിപ്രായം തയമ്മുമിന്റെ വിഷയത്തിൽ മുട്ടുൾപ്പെടെ തടവണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇമാം സഅദി റഹിമഹുള്ള കൈപ്പത്തിയുടെ മുകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാഫി മദ്ഹബിലെല്ലാം ചില പണ്ഡിതന്മാരാണ് മുട്ടുൾപ്പെടെ എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്തിൽ يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകൾ മാത്രം നമ്മൾ വിശദീകരിക്കുമ്പോൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് 1-2 തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക. ഏതു തരത്തിൽ? നീതിപൂർവം സാക്ഷ്യം നിൽക്കുന്ന ആളുകളായിക്കൊണ്ട്. മുമ്പ് ചില ആയത്തുകളിൽ ഇതേ ആശയം യാ അയ്യുഹല്ലദീന ആമനു എന്നുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നീതിപൂർവം സാക്ഷ്യത്തിന് നിലകൊള്ളണം എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഈമാനിന്റെ ആളുകൾ പാലിക്കേണ്ട, അവർ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹിറായിട്ടും ബാത്തിനായിട്ടുമെല്ലാം നീതിപൂർവം നിലകൊള്ളുക എന്നുള്ളത്. ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹക്കിന്റെ ഭാഗത്ത് നിലകൊള്ളുക എന്നുള്ളത്. ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നീതിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഹക്കിനെതിരായ ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. ആരാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ ചില ആയത്തുകൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നമ്മൾ തന്നെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ആരാണെങ്കിലും ഹക്കിന്റെ ഭാഗത്തായിരിക്കണം, നീതിപൂർവമായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ. ഒരു വിഭാഗത്തിനോടുള്ള നിങ്ങളുടെ അമർഷം, ഒരു വിഭാഗത്തിനോട് നിങ്ങൾക്കുണ്ടാകുന്ന അമർഷം, അത് എന്തിലേക്ക് നയിക്കരുത്? അലാ അല്ലാ തഅദിലു, നീതി കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കരുത്. ഉദാഹരണത്തിന് ഒരു കാഫിറും ഒരു മുസ്ലിമും അല്ലെങ്കിൽ ഒരു മുനാഫിഖും ഒരു മുസ്ലിമും തമ്മിൽ ഒരു വിഷയമുണ്ടായി. അതിൽ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നാണ് ദുൽമുണ്ടായിട്ടുള്ളത്, അഥവാ കാഫിറിന്റെ ഭാഗത്താണ് ഹക്ക്. ഭൗതികമായ എന്തെങ്കിലും ഒരു വിഷയം, ഒരു കച്ചവടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിക്കാം. അപ്പൊ നമ്മൾ അതിൽ സാക്ഷിയാണെന്ന് വിചാരിക്കാം, നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും കുഫറിനോടും നിഫാഖിനോടും നമുക്ക് എന്തുണ്ടാകും? ഒരു ബറാഅത്ത് ഉണ്ടാകും, ഒരു അമർഷം ഉണ്ടാകും. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും ഹക്കിനെതിരായി കൊണ്ട് നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഹക്കാരുടെ ഭാഗത്താണോ, അത് കാഫിറിന്റെ ഭാഗത്താണോ, മുനാഫിഖിന്റെ ഭാഗത്താണോ, ആരുടെ ഭാഗത്താണോ, നമ്മുടെ ശത്രുവിന്റെ ഭാഗത്താണോ, ഹക്കാരുടെ ഭാഗത്താണോ, അത് നമുക്ക് അറിയുമെങ്കിൽ അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ ഹക്കിന്റെ സ്ഥാനത്തായിരിക്കണം സാക്ഷ്യം വഹിക്കേണ്ടത്. അത് നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് ഇപ്പുറത്തെങ്കിലും നമ്മൾ ഹക്കിന്റെ ഭാഗത്താണ് നിലകൊള്ളേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചു പറയാം. അപ്പൊ ഒരു സമൂഹത്തിനോടുള്ള മുശ്രിക്കീങ്ങളോടോ കുഫാറുകളോടോ നമുക്കുണ്ടാകുന്ന അമർഷമോ അകൽച്ചയോ ഒന്നും അനീതി കാണിക്കുന്ന, നീതി ഇല്ലാത്ത അവസ്ഥയിൽ അവരോട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം മുഅ്മിനീങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം നീതിയെ പാലിക്കണമെന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
വീണ്ടും അല്ലാഹു പറയാണ് ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ, നിങ്ങൾ നീതി കാണിക്കുക, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന, വിരോധനം ഒഴിവാക്കുന്ന, നാളെ പരലോകത്ത് ലക്ഷ്യം ലഭിക്കാൻ, പരലോകത്ത് വിജയിക്കാൻ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന തഖ്വയോട് അടുത്തിട്ടുള്ളത് നീതി കാണിക്കലാണ്. ഇപ്പൊ പല ആളുകളും നമ്മുടെ നാടുകളിലൊക്കെ കാണാം, അവരുടെ ഒരു കക്ഷി ഉണ്ടാവും, ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ കക്ഷികളായിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ കക്ഷിയിലെ ഒരാളും അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയിലെ ഒരാളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ മറ്റേ കക്ഷിയിലുള്ള ആളുടെ ഭാഗത്താണ് ഹക്ക് എങ്കിലും ഇയാൾ എന്ത് ചെയ്യും, നമ്മുടെ കക്ഷിയിലുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടി അയാൾക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ ചില സമയങ്ങളൊക്കെ കാണാം. അങ്ങനെ ഒന്നും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനിന്റെ ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഹക്ക് എന്താണോ ആ ഹക്കിന്റെ ഭാഗത്തെ നിൽക്കാൻ പാടുകയുള്ളൂ. അതിന്റെ പേരിലാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം, ഭൗതികമായ ഒരു താല്പര്യവും അതിന്റെ പിന്നിൽ ഉണ്ടാകാതെ. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയണം വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാവുക. നീതി എന്നുള്ളത് തഖ്വയുടെ ഏറ്റവും അടുത്തതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ ദുനിയാവില് നമുക്ക് സാക്ഷ്യം ഹക്കിനെതിരായിക്കൊണ്ട് സാക്ഷി എന്നതുകൊണ്ടോ സാക്ഷ്യം വഹിച്ചുകൊണ്ടോ എന്തെങ്കിലും ചിലപ്പോൾ നേട്ടം ഉണ്ടാവും, ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും, ചിലപ്പോൾ സമ്പത്ത് ലഭിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കും. പക്ഷെ അതൊന്നും പരലോകത്ത് നമുക്ക് ഉപകരിക്കില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെയ്തത്, എന്താണോ ചെയ്തത്, അത് സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ വിഷയത്തിൽ ആ രീതിയിലാണ് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുക. അതുകൊണ്ട് നീതിപൂർവം ഏതൊരു കാര്യത്തിലും നീതിയോടുകൂടി നിൽക്കണമെന്ന് അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഅ്മിനീങ്ങളെ വിളിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇത്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 11-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതൂ ഇലൈക്കും അയ്ദിയഹും ഫകഫ അയ്ദിയഹും അൻകും വത്തഖുല്ലാഹ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, നിങ്ങളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ആലോചിക്കണം. എല്ലാ വിഷയത്തിലുമുള്ള അനുഗ്രഹങ്ങളെയും നമ്മൾ ആലോചിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, അതിന്റെ പ്രവർത്തനം, നമ്മുടെ റിസ്ഖ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഈമാൻ ഏറ്റവും വലിയ നിഅമത്ത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെ അള്ളാഹു നൽകുന്ന മഹത്തായ നിഅമത്തുകളാണ്. ഇതെല്ലാം ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേകം ഒരു നിഅമത്തിനെ എടുത്തു പറയുകയാണ്. ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതൂ ഇലൈക്കും, നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള വിഭാഗങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി യബ്സുതൂ ഇലൈക്കും അയ്ദിയഹും, അവരുടെ കൈകൾ നീട്ടിയ സന്ദർഭം. അതായത് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പല രീതിയിൽ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും അതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറയാണ്, ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങളുടെ നേരെ കൈ നീട്ടിയ സന്ദർഭം ഫകഫ അയ്ദിയഹും അൻകും, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തത്, അവരുടെ കൈകൾ നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് തട്ടിക്കളഞ്ഞു. പല യുദ്ധസന്ദർഭത്തിലാവട്ടെ അല്ലാത്ത സാഹചര്യങ്ങളിലാവട്ടെ പല സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമെന്നോണം മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വത്തഖുല്ലാഹ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്, അള്ളാഹുവിലാണ് മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. ഈ ആയത്ത് ഇറങ്ങിയ ഒരു സാഹചര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ രണ്ട് അഭിപ്രായത്തിലാണ്. ഒന്ന്, പൊതുവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംരക്ഷിച്ച, മുസ്ലിമീങ്ങളെ സംരക്ഷിച്ച വിഷയങ്ങളാണ്, പൊതുവായി പറഞ്ഞതാണ് എന്ന്. രണ്ടാമത്തെ ചില അഭിപ്രായമായി മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല, പ്രത്യേകമായൊരു സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകമായൊരു വിഷയത്തിൽ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് എന്നും അഭിപ്രായം കാണാം. ഇനി പ്രത്യേകമായ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ ചില സന്ദർഭങ്ങൾ പറഞ്ഞത് കാണാം. അതിൽ ഒന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ
അസ്ഫാൻ യുദ്ധ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ശത്രുക്കൾ അപ്പുറത്തുണ്ട്, മുസ്ലിമുകൾ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ദുഹറിന്റെ സമയമായപ്പോൾ അന്ന് ഭയപ്പാടുള്ള സമയത്ത് അല്ലെങ്കിൽ യുദ്ധ സന്ദർഭത്തിലുള്ള നിസ്കാരത്തിന്റെ ആയത്തിറങ്ങാനുള്ള സാഹചര്യം കൂടിയാണത്. മുസ്ലിമീങ്ങൾ ദുഹർ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്നുകൊണ്ട് ജമാഅത്തായി മുസ്ലിമീങ്ങൾ നിസ്കരിച്ചു. അപ്പൊ ആ സമയത്ത് ശത്രുക്കൾ എന്ത് ചെയ്തില്ല, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ദുഹർ നിസ്കരിക്കുന്ന സമയം ഉണ്ടാകും, അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇവരിങ്ങനെ ദുഹർ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശത്രുക്കളുടെ ഇടയിൽ ചർച്ചയുണ്ടായി, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അവര് നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് നിസ്കാരത്തിന്റെ വിഷയത്തിൽ യുദ്ധഭാഗത്ത് നിന്ന് ശ്രദ്ധ തെറ്റുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി അവരെ ആക്രമിക്കാം, അവരെ നിസ്കരിക്കാവുമല്ലോ. അപ്പൊ അവരെ യുദ്ധ സന്ദർഭത്തിൽ നിസ്കാരം അപ്പൊ ഇറങ്ങിയിട്ടില്ല, അപ്പൊ നിയമമാക്കിയിട്ടില്ല, അല്ലാതെ സാധാ പോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അപ്പൊ പോയി നമുക്ക് ആക്രമിക്കാം എന്ന് ശത്രുക്കൾ അവിടെ തീരുമാനിച്ചു. ആ സമയത്താണ് യുദ്ധ സന്ദർഭത്തിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത്, നിസ്കാരത്തിന്റെ രൂപം പലതരത്തിലുണ്ട്. ഉലമാക്കൾ അത് 14 തരത്തിലാണ്, 40 തരത്തിലാണെന്ന് പറഞ്ഞു കാണാം. ഓരോ സാഹചര്യം സന്ദർഭം അനുസരിച്ചിട്ട് പലതരത്തിലുണ്ട്. അപ്പൊ ആ നിസ്കാരം, അപ്പൊ യുദ്ധ സന്ദർഭത്തിൽ നിസ്കാരം ആവുമ്പോൾ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാവും, ആ ശത്രുക്കളെ മുന്നിട്ട് കൊണ്ട് തന്നെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. എപ്പോഴും ശത്രുക്കളെ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. യുദ്ധം തുടങ്ങിയിട്ടില്ല, ആ തുടങ്ങുന്നതിന് മുമ്പുള്ള സന്ദർഭത്തിൽ. അപ്പൊ അവർക്ക് ആക്രമിക്കാൻ പറ്റൂല, ആയുധം ഏന്തിക്കൊണ്ടാണ് അവർ നിസ്കരിക്കുകയുള്ളൂ, എല്ലാ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചതിന്റെ, അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചതിന്റെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ച നിഅമത്ത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരു സന്ദർഭം പറഞ്ഞിട്ടുള്ളത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി ഒരു യുദ്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ യാത്രയിൽ നിന്നോ വരുന്ന സമയത്ത് അവർ വിശ്രമിക്കാൻ ഒരുങ്ങി. അപ്പോൾ അവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, അതിന്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചോട്ടെ എന്ന് കരുതി സഹാബികൾ വേറെ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃക്ഷത്തിന്റെ തണലിലും വിശ്രമിക്കുകയാണ്, ഉറങ്ങിപ്പോവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാള് ആ മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ ഒരു അറാബി, ശത്രുക്കളിൽപ്പെട്ട ഒരു അറാബി ആ വഴി വരികയും അറാബി പിന്തുടർന്നു വരികയായിരുന്നു. അറാബി ആ വാളെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നീട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. അപ്പൊ അറാബി ചോദിച്ചു, മാ യംനഉക മിന്നി, നിന്നെ ആരാണ് എന്നിൽ നിന്ന് ഇപ്പോൾ രക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആ വാള് വീണു എന്നും ചില റിവായത്തുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ വാളിനെ തട്ടിയിട്ടു, ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തട്ടിയിടുകയും വാള് താഴെ വീഴുകയും ചെയ്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചാ വാളെടുത്തുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചു, ആരാണ് നിന്നെ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. നമ്മളിപ്പോ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ, ശത്രുക്കൾ കൈ നീട്ടിയപ്പോൾ അള്ളാഹു അത് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ള ആയത്തിറങ്ങിയത് ഈ സന്ദർഭത്തിലാണ് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു. മറ്റൊരു സന്ദർഭമുള്ളത് ബനൂ ഖുറൈളയോ ബനൂ നദിറോ ജൂതഗോത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 4 ഖുലഫാക്കൾ അഥവാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, അങ്ങനെ ചില സഹാബികളും കൂടി ബനൂ ഖുറൈള അല്ലെങ്കിൽ ബനൂ നദീർ, രണ്ട് രീതിയിൽ റിവായത്തുകൾ കാണാം, അവരുമായിട്ട് ഒരു ദിയയുടെ പണം കടം വാങ്ങാൻ വേണ്ടി, അത് സംസാരിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. അപ്പൊ അവർ വളരെ നല്ല രീതിയിൽ അത് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രത്യേകമായൊരു സ്ഥലത്ത് ഇരുത്തി. പക്ഷെ അവരുടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരുത്തി. അവരുടെ ഉദ്ദേശം, അവർ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്ഥലത്ത് ഇരിക്കുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് ഒരു കല്ലെടുത്തിട്ടുകൊണ്ട്, വലിയൊരു പാറക്കല്ലെടുത്തിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബികൾ തിരിഞ്ഞു പോരുകയും പിന്നെ ബനൂ ഖുറൈളക്കെതിരെ അല്ലെങ്കിൽ ഗോത്രത്തിനെതിരെ നടപടി എടുക്കുകയും എല്ലാം ചെയ്ത സന്ദർഭം. ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സന്ദർഭം, ഇതുപോലെ ചില ജൂതന്മാർ വിഷം പുരട്ടിയ ഭക്ഷണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും വധിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സന്ദർഭത്തിൽ ശ്രമിക്കുകയും അല്ലാഹു തആല അറിയിച്ചത് മുഖേന സംരക്ഷിക്കുകയും ചെയ്ത ആ വിഷയത്തിലാണ് എന്ന് പറഞ്ഞതും കാണാം. അപ്പൊ എന്നിരുന്നാലും ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിച്ച, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ച, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ച വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹു നൽകിയ മഹത്തായ ഒരു നിഅമത്താണ് ഇത്. എല്ലാ കാലത്തും നമ്മളിലാണെങ്കിലും പല രീതിയിൽ നമുക്ക് സംരക്ഷണം അള്ളാഹു തആല നൽകുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു നിഅമത്താണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിലാണ് മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും സംരക്ഷണവും അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ള 2 കാരണങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞു. ഒന്ന് തഖ്വയാണ്, 2 തവക്കുലാണ്. ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ലഭിക്കും. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്താണ്. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആദ്യം ഇത്തഖുല്ലാഹ്. എത്രയോ ആയത്തുകളിൽ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള വസിയത്താണ്. ആദ്യക്കാരിലേക്കും വേദഗ്രന്ഥം നൽകപ്പെട്ടവരിലേക്കും എല്ലാം അവസാനക്കാരിലേക്കും പൊതുവായിട്ടുള്ള അള്ളാഹുവിന്റെ വസിയത്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടും പറഞ്ഞു, തഖ്വ നമ്മൾ പലപ്പോഴും പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, വിരോധനങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ശിക്ഷയെ ഭയപ്പെട്ട്. എന്നിട്ട് പറഞ്ഞു വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. വസീല എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഅമാലുകൾ, സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് ഖൽബിയായതുണ്ട്. ഖൽബിയായത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിനോടുള്ള ഇനാബത്ത്, പശ്ചാത്തപിച്ച് മടങ്ങൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ, അങ്ങനെയുള്ള ഖൽബിയായ പ്രവർത്തനങ്ങൾ. ബദനിയായ ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തവാഫ്, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടുള്ള ദാനധർമ്മങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള സൃഷ്ടികൾക്ക് മാതാപിതാക്കളോട് നന്മ ചെയ്യൽ, അയൽവാസികളോട് നന്മ ചെയ്യൽ, മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ടുള്ള നന്മ ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം. അഥവാ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയെ ഇഷ്ടപ്പെടും. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കേൾവിയും കാഴ്ചയും അവന്റെ കൈകളും കാലുകളും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാത്രം പോകുന്ന രീതിയിൽ അള്ളാഹു സംരക്ഷണം കൊടുക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് അള്ളാഹു തആല ഉത്തരം ചെയ്യും. അവന്റെ ദുആഇന് അള്ളാഹു തആല ഉത്തരം ചെയ്യും. അപ്പൊ അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഫർളും നഫ്ലുമായ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യുക, അതിനെ മാർഗമായി സ്വീകരിക്കുക എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചു പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഉദ്ദേശം ഏതുപോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണിത് എന്ന രീതിയിലും തഫ്സീർ ചെയ്തത് കാണാം. ഏതായത്ത് പോലെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ഖുൽ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞതുപോലെ. അതായത് ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള ഒരു പ്രോത്സാഹനം, അങ്ങനെ റസൂലുള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന നിലക്കും പറഞ്ഞത് കാണാം. വേറെ ചില പണ്ഡിതന്മാർ വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഉന്നതമായ ഒരു സ്ഥാനമാണ് എന്ന നിലക്ക് പറഞ്ഞത് കാണാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ യോജിച്ചത് ആദ്യം പറഞ്ഞ സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ആയത്തിനെ, ഈ വസീല എന്നുള്ള പദത്തെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടുകളിൽ ഇപ്പോ തസവുഫിന്റെയും ത്വരീഖത്തിന്റെയും സൂഫികളുടെയും എല്ലാ ആളുകൾ അവർ വാദിക്കുന്ന ഒരു വാദം കാണാം. ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖിനെ സ്വീകരിക്കലാണ്. ഒരു ഷെയ്ഖിനെ സ്വീകരിക്കണം, ആ ഷെയ്ഖിന്റെ മുരീദായിരിക്കണം, അങ്ങനെ ആ ഷെയ്ഖ് മുഖേന വേണം അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി എന്ന നിലക്ക് ഈ വസീല എന്നുള്ള പദത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വസീലയാണ് ഖബറിന്റെ അടുക്കൽ ഏതെങ്കിലും ഒരു വലിയാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാലിഹാണെന്ന് പറയുന്ന ഒരാളുടെ ഖബറിന്റെ അടുക്കൽ പോയി
അയാളോട് ഇടനിലക്കാരനായി വെച്ച് അയാളോട് തേടി അയാളോട് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുപ്പം നേടണം, അതാണ് നല്ല മാർഗം, എളുപ്പമുള്ള മാർഗം എന്ന് പഠിപ്പിക്കുന്ന ആളുകളെയും ഈ ആയത്ത് ഓതിയിട്ടാണ് അവർ പറയാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇതേ രീതിയിൽ തന്നെ അവർ പറഞ്ഞ എന്താ, അവർ ശിർക്ക് ചെയ്യുന്നതിന് അവർ പറഞ്ഞ എന്താ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന് പുറമെ ലാത്തയെയും മനാത്തയെയും അതുപോലെയുള്ള ഓരോന്നിനെയും ആരാധിച്ചിരുന്ന അവർ പറയാണ്, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഇവർ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് ശുപാർശകരാണ് അള്ളാഹുവിന്റെ അടുക്കൽ, ഇടനിലക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ശിർക്ക് ചെയ്തിരുന്നത്. അവർ ശിർക്ക് ചെയ്തിരുന്ന ഒരു കാരണം അതാണ്. അപ്പൊ അതേ തരത്തിലാണ് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വസീലയായി ഒന്നുകിൽ ഒരു ഷേഖിന്റെ മുരീദായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സാലിഹായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് അവർ വാദിക്കുന്ന ആളുകളുടെ ഖബറിൽ മുഖേന അവരോട് ശുപാർശ തേടി അവരെ ഇടനിലക്കാരായി അത് മുഖേന വേണം അള്ളാഹുലേക്ക് അടുക്കാൻ എന്ന നിലക്കെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാം. ഒരു സ്വഹാബിയും ഇങ്ങനെ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഉദ്ദേശം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അള്ളാഹു ആയത്തിൽ പറഞ്ഞു, വജാഹിദു ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, അഥവാ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. നമുക്കറിയാം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കാഫിറുകളുമായിട്ട് കുഫാറുകളുമായിട്ട് പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, അതിന് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ ഏതൊക്കെ തരത്തിലാണോ സാധിക്കുക ആ രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുക എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന് പറയാം. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ ഒരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് എന്തു ചെയ്യണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണം എന്നുള്ള ഒരു കൽപ്പന ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയിലെ 51-ാമത്തെ ആയത്താണ്. നീതിപൂർവ്വം നിലകൊള്ളണമെന്ന് ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ആയത്തിൽ. പല ആയത്തുകളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അൽ വലാ വൽ ബറാഇന്റെ വിഷയത്തിൽ ആരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കണം, ആരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന വിഷയത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, നിങ്ങൾ ജൂതന്മാരെയോ നസാറാക്കളെയോ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അന്ന് മദീനയിൽ ജൂതന്മാരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നസാറാക്കളും ആ കാലത്തുള്ള ആളുകൾ, അവരുമായിട്ട് കൂട്ടുകൂടിയിരുന്നു മുനാഫിഖീങ്ങൾ. അല്ലെങ്കിൽ ഉള്ളിൽ ജൂതനായിക്കൊണ്ട് പുറത്ത് ഇസ്ലാം കാണിച്ചിരുന്ന വ്യക്തമായ കുഫറിലായിട്ടുള്ള മുനാഫിഖീങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ബഅദുഹും ഔലിയാഉ ബഅദിൻ, എന്നാൽ ആ ജൂതന്മാരും നസാറാക്കളും പരസ്പരം അവർ ഉറ്റമിത്രങ്ങളാണ് താനും. അവർ ചിലർ ഉറ്റമിത്രങ്ങളായി നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജൂതനും ഒരു നസ്രാണി എന്ന് പറഞ്ഞാൽ, ജൂതന്റെ വാദപ്രകാരം, ഒരു യഹൂദിയുടെ വാദപ്രകാരം നസ്രാണികൾ അവർ ആരാധിക്കുന്ന, അവർ ദൈവപുത്രനായി അവർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം, അവരുടെ ഭാഷയിൽ യേശു എന്നെല്ലാം പറയുന്നത്, ജൂതന്മാരുടെ വാദപ്രകാരം മറിയം ബീവിക്ക് അലൈഹിസ്സലാം അവർ കള്ള ആരോപണം നടത്തുന്നതാണ്. വ്യഭിചാരത്തിലുണ്ടായ ആട്ടിടനായ യൂസുഫ് എന്ന പേരിൽ ഒരാൾ വ്യക്തിയുമായിട്ടുള്ള വ്യഭിചാരത്തിലുണ്ടായ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം. നഊദു ബില്ലാഹ്, അവരുടെ വാദമാണ് എന്നാണ് അവർ പറയുന്നത്, ജൂതന്മാർ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. നസാറാക്കൾ അവരുടെ ഇലാഹായി കാണുന്ന, അവരെ ഏറ്റവും പരിശുദ്ധിയോടുകൂടി കാണുന്ന ആളുകളെ പറ്റി ഏറ്റവും മോശപ്പെട്ട ആരോപണം പറയുന്ന ആളുകളാണ് ആര്? ജൂതന്മാർ എന്നുള്ളത്. പക്ഷെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറ്റമിത്രങ്ങളായി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് വയ്ക്കും. പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരാകുന്ന സന്ദർഭത്തിൽ അവർ തമ്മിൽ ഏറ്റവും നല്ല ബന്ധത്തിൽ നിൽക്കുന്നത് കാണാം. മുസ്ലിമുകൾക്കെതിരെ നിൽക്കുന്ന സന്ദർഭത്തിൽ ജൂത നസാറാക്കൾ അവർ പരസ്പരം നല്ല സ്നേഹമുള്ളവരായിട്ട്, ശരിക്ക് ആലോചിച്ച് നോക്കിയും. ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ മുസ്ലിമീങ്ങൾ എന്താ പറയാ? അലൈഹിസ്സലാം എന്നാ പറയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് പറയാ. എന്നാൽ ജൂതനെ സംബന്ധിച്ചിടത്തോളം അത്ര മോശപ്പെട്ട അഭിപ്രായമാണ് പറയാനുള്ളത്. എന്നിട്ടും അവർ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകുന്നു. അത് തന്നെ അവരുടെ കുഫറിന്റെ, അവരുടെ വഴികേടിന്റെ ഏറ്റവും നല്ലൊരു അടയാളമാണ്.
അല്ലാഹു പറയാണ് അവർ പരസ്പരം ഉറ്റമിത്രങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അവർ ബാഹ്യമായിട്ട് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അവർ തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളാണ്. പക്ഷെ മുസ്ലിമീങ്ങൾക്കെതിരാകുമ്പോൾ, ഇസ്ലാമിനെതിരാകുമ്പോൾ അവർ ഒരിക്കലും യോജിക്കാൻ പാടില്ലാത്ത രണ്ടാളുകളാണ് അവർ ഉറ്റമിത്രങ്ങളായിരിക്കുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ആ ജൂത നസാറാക്കളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. ഇത് പൊതുവായിട്ട് കുഫാറുകളുമായി ബന്ധപ്പെട്ടതാണ്, അഹ്ലുൽ കിതാബുമായിട്ട് പ്രത്യേകമായിട്ടും വന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വമയ്യതവല്ലഹും മിൻകും, ഗൗരവമുള്ള ഒരു കാര്യം അല്ലാഹു പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ആ ജൂത നസാറാക്കളെ, കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ കൽബിൽ അത്ര സ്നേഹബന്ധമുള്ള, അത്ര ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഫഇന്നഹു മിൻഹും, ആ സ്വീകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ്. അതായത് കുറഞ്ഞ അളവിൽ അവരുമായിട്ടുള്ള ഈ ഉറ്റബന്ധം വെച്ചാൽ പൂർണ്ണമായി അതിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കുറഞ്ഞ അളവിൽ ഈ സ്നേഹബന്ധം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായ കുഫറിൽ എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരാൾ അവന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. ഒരാൾ ഒരു സമൂഹത്തിനോട് സാദൃശ്യം വെച്ച് പുലർത്തിയാൽ അവൻ അവനിൽപ്പെട്ടവനായിരിക്കും. ഒരാൾ ഏത് കൂട്ടത്തിലാണോ മരിക്കുന്നത് ആ കൂട്ടത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ദീനാണ് അവർ തെറ്റിച്ചറിയുക, നമ്മുടെ ദീനാണ് തെറ്റിച്ചറിയുക. ബാക്കിയുള്ള ആളുകൾ ചിലപ്പോ വേറെ നമ്മുടെ ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് നഷ്ടമല്ല. പക്ഷെ ദീന് തെറ്റിച്ചു പോവുക എന്നുള്ളത് വളരെ അപകടമുള്ളതാണ്. അപ്പൊ കുറഞ്ഞ അളവിൽ അവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്തി മുന്നോട്ട് പോയാൽ പിന്നീട് വലിയ അളവിൽ ദീന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അല്ലാഹു പറയാണ്, ആരാണോ അവരുമായിട്ട് ഉറ്റമിത്രങ്ങളായി അവരെ സ്വീകരിക്കുന്നത് അവൻ അവരിൽപ്പെട്ടവനാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി അൽ ഖൗമ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളെ ഹിദായത്തിലാക്കുകയില്ല. അപ്പൊ അവരുടെ ഗുൽമിനെ, അവർ ചെയ്യുന്നത് ഗുൽമാണ് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ വാലിമീങ്ങളെ ഹിദായത്തിലാക്കുകയില്ല. അപ്പൊ ആ ഗുൽമിലേക്ക് പോയി നമ്മൾ പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തിൽ പറഞ്ഞതാണ്, ആ ജൂത നസാറാക്കളെ പിൻപറ്റുന്ന ഒരവസ്ഥ എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും. ചാണിന് ചാണായി, മുഴച്ചിന് മുഴമായി, ഒരിക്കലും ഒരു മനുഷ്യൻ പിൻപറ്റാത്ത വിഷയങ്ങളിൽ വരെ പിൻപറ്റി പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ. സ്വന്തം ഉമ്മയുമായി വ്യഭിചരിക്കാൻ അവർ പോയാൽ അതുപോലെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് വരെ ചില ഹദീസുകളിൽ കാണാം. അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പോ നമ്മുടെ ഉറ്റമിത്രങ്ങൾ എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുമായിട്ടാണ് ഒരു മുഅ്മിൻ കൂട്ടുകൂടേണ്ടത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അല്ലാതെ ഇതിപ്പോ വലിയൊരു ഈ വലാബറ എന്നൊക്കെ വലിയൊരു എന്താ പറയാ, ചില ആളുകൾ പറയാൻ പേടിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിനെ വളരെ തീവ്രവാദപരമായിട്ട് കാണിക്കുന്ന ഒരിക്കലുമില്ല. അപ്പൊ നമ്മൾ നോക്കി, നീതിപൂർവ്വം നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരോടും നീതിപൂർവ്വം എന്നാ പറഞ്ഞത്. ഒരു കാഫിറിന്റെ ഭാഗത്താണ് ഹക്കുള്ളത് എങ്കിൽ ആ ഹക്കിന്റെ ഭാഗത്ത് നിൽക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, മറ്റൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മറ്റേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമാണ്, അവന്റെ ഉറ്റമിത്രങ്ങൾ അവരാണ്, എപ്പോഴും അവരുടെ കൂടെയാണ് നടക്കുന്നത്, അവരോടാണ് സ്നേഹബന്ധം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ അവരെന്ത് രീതിയിലാണ് കാണുക? സ്വാഭാവികമല്ലേ? അത്രേ ഉള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ പറയുമ്പോൾ എന്തിനാ ഇതിന് മാത്രമുള്ളൂ? ഒരിക്കലും അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, വലാഹു ബറ ഒരിക്കലും അനീതിയല്ല. ഒരു കാഫിറിനോട് അക്രമം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഒന്നും അതുകൊണ്ട് അനുവദിക്കുന്നില്ല. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറ്റമിത്രങ്ങളായി, അവന്റെ രഹസ്യ സൂക്ഷിപ്പുകാരായിട്ട്, ആത്മമിത്രങ്ങളായിട്ട് അവൻ എടുക്കേണ്ടത് മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും മാത്രമാണ്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണത്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് മുഅ്മിനീങ്ങൾ വെച്ച് ഓർമ്മപ്പെടുത്തിയുള്ള കാര്യമാണ്. ഇതിൽ ജൂത നസാറാക്കളുടെ അപകടം പറഞ്ഞു. അതിൽ പ്രത്യേകം പറഞ്ഞു, അവരോട് ആരാണോ അങ്ങനെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നത് അവരിൽപ്പെട്ടവരായിത്തീരും, അവൻ പിന്നെ അവരിൽപ്പെട്ടവരായിത്തീരും എന്നുള്ളത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.